നമസ്കാരം. SC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മേടമാസത്തിലെ ഏകാദശിയെ കുറിച്ചാണ്. ഏകാദശി എന്ന് പറഞ്ഞാൽ ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതകളാണ്, ഓരോ ഫലങ്ങളാണ് മെയിനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏകാദശി സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി, അതുപോലെ പാപമോചനത്തിന് വേണ്ടി, സർവ്വദോഷങ്ങൾ തീരുന്നതിന്, സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി, അങ്ങനെ ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതകളാണ്. അതേപോലെ തന്നെയാണ് മേടമാസത്തിലെ ഏകാദശിക്ക് സർവ്വ ഐശ്വര്യവും പാപമോചനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏകാദശി എടുക്കുന്നത്. ഈ ഏകാദശിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ ഏകാദശി എന്ന് പറയും. അപ്പോൾ ഇത് പണ്ട് കാലത്ത് പൂണ്ടാരിക രാജാവിന്റെ കാലഘട്ടത്തില് ഒരു ഗായകൻ ഉണ്ടായിരുന്നു, ലളിതൻ എന്നു പേരുള്ള ഒരു ഗായകൻ. അയാൾ ഈ രാജകൊട്ടാരത്തിൽ ഗാനം ആലാപനത്തിനിടയിൽ ഭാര്യയെ ഒന്ന് ഓർത്തുപോകുകയും ആ ഗാനം പഴിക്കുകയും ചെയ്യും. തൽഫലമായി രാജാവിന് ഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടാവും. അപ്പോൾ അയാൾ ലളിതനെ നോക്കി ശപിക്കും. ശപിച്ചപ്പോൾ ഗായകന് സങ്കടമായി. യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. പക്ഷെ അയാൾക്കത് എന്താ പറഞ്ഞ വെച്ചാൽ പൊറുക്കാൻ പറ്റാത്ത പോലെ ആയിട്ട് മാറും. ഈ രാജാവ് ശപിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. എന്താ ചെയ്യുക, ഞാനിങ്ങനെ ശപിക്കുന്നത് നീ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലളിതനെ ആ രാജാവ് ശപിക്കുന്നത്. അപ്പോ ഇതറിഞ്ഞ ഭാര്യ, ഈ ലളിതന്റെ ഭാര്യ അറിഞ്ഞ് വളരെ സങ്കടവും. ഭാര്യ പോയിട്ട് ശൃംഗിനി എന്ന മുനിയുടെ അടുത്ത് പോകും. മുനിയുടെ അടുത്ത് പോയിട്ട് ഇതിനെന്താണോ ഒരു പരിഹാരം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ശൃംഗിനി മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ഈ മേടമാസത്തിൽ വരുന്ന ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയും. അതേ പ്രകാരം ഈ മേടമാസത്തിലെ ഏകാദശി ദിവസം വ്രതം എടുക്കുകയും അയാൾക്ക് പഴയ ആ രൂപം തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഏകാദശിയെ കുറിച്ച് എല്ലാവരോടും പറയും. ഈ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ സർവപാപമോചനത്തിനും ശാപമോക്ഷത്തിനും പാപമോചനത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി ഈ ഏകാദശി എടുക്കാവുന്നതാണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഏകാദശിയാണ്. ഏകാദശിക്ക് പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി നമ്മൾ എടുക്കുന്ന ദിവസം, അതുപോലെ തലേ ദിവസം തന്നെ നമ്മൾ കുളിച്ച് ഇറച്ചി, മീന്, മുട്ട എന്നിവയൊന്നും കഴിക്കാൻ പാടില്ല. ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് വളരെ കഠിനമായിട്ട് എടുക്കേണ്ട ഒരു ഏകാദശിയാണ്. കഠിനമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ തുളസി ഇലയിട്ട വെള്ളം കുടിക്കാവുന്നതാണ്. ചായ, കാപ്പി എന്നിവ കഴിക്കാൻ പാടില്ല ഏകാദശിക്ക്. അതേ തന്നെയാണ് കടുക് വറുത്തിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയും. റവക്കഞ്ഞിയോ ഗോതമ്പ് കഞ്ഞി അങ്ങനെയുള്ളതാണ് ഏകാദശിക്ക് കഴിക്കാറ്. അങ്ങനെ കഴിച്ചുകൊണ്ട്, അത് പറഞ്ഞാൽ അരി ഇല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക. പിന്നെ ഇപ്പൊ ഏകാദശി എടുക്കുമ്പോൾ ചിലർക്ക് പറ്റില്ല, എനിക്ക് ഈ ഏകാദശി എടുക്കണം എന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് 2 നേരവും ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് രാവിലെ ലളിതമായിട്ട് പഴമോ എന്തെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് റവക്കഞ്ഞിയോ ഗോതമ്പ് കഞ്ഞിയോ കഴിക്കാവുന്നതാണ്. അതേപോലെ വൈകിട്ടും തന്നെ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. കാരണം ഏകാദശിക്ക് ശരിക്കും പറഞ്ഞാൽ 1 നേരം മാത്രമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. 2 നേരവും പൂർണ്ണ നിരാഹാരം എന്നാണ് പറയാറ്. എങ്കിലും കൂടിയിട്ട് അതിന് സാധിക്കാത്തവർക്ക് രാത്രി ലളിതമായിട്ട് പഴമോ മറ്റുള്ള ചെറുതായിട്ട് ലഘുഭക്ഷണമോ കഴിച്ചിട്ട് കിടക്കാവുന്നതാണ്. പിറ്റേ ദിവസം ദ്വാദശി ദിവസം എണീറ്റിട്ട് കുളിച്ചതിന് ശേഷം അന്നും വ്രതം തുടരേണ്ടതാണ്. അപ്പൊ രാവിലെ എണീച്ചിട്ട് അരിയല്ലാത്ത ആഹാരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് അരി ആഹാരം കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് എന്തെങ്കിലും ലളിതമായിട്ട്, അങ്ങനെ ഏകാദശി പൂർണ്ണമാവണമെങ്കിൽ 2 ദിവസം ഏകാദശിയും ദ്വാദശിയും കൂടി എടുത്താൽ മാത്രമാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഈ ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഈ പാപമോചനത്തിന് വേണ്ടി, കാരണം വെച്ചാൽ ലളിതൻ എന്ന് പറയുന്ന ഗായകനെ പൂണ്ടാരി രാജാവ് അയാളെ ശപിച്ച് രാക്ഷസനാക്കി മാറ്റുമ്പോൾ അയാൾക്ക് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ആണ് ഒരു മുനിന്റെ അടുത്ത് അയാളുടെ വൈഫ് പോയിട്ട് ചോദിക്കുകയാണ്, എന്ത് ചെയ്ത ഇതിന് ഈ ശാപമോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ആ മുനി പറഞ്ഞു കൊടുക്കുന്നതാണ് മേടമാസത്തിലെ ഏകാദശി പറയുന്നത്. അപ്പോൾ സർവപാപ മോചനത്തിനാണ് ഈ ഏകാദശി എടുക്കുന്നത്. ഓരോ ഏകാദശിക്കും ഓരോ ഫലങ്ങളാണ്. എങ്കിലും നമുക്ക് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ, ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏകാദശി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഏകാദശി നിങ്ങൾക്ക് വളരെ പുണ്യമായിട്ട് തീരുന്നതാണ്. ഏകാദശി വ്രതത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾ ഓരോ ഏകാദശിയും അതിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. തലേദിവസം തൊട്ടിട്ട് ഇറച്ചി, മീന് എന്നിവ കഴിക്കാൻ പാടില്ല. വളരെ ശുദ്ധവൃത്തിയായിട്ടിരിക്കണം. ഏകാദശിക്ക് അത് മാത്രമാണ് വളരെ പ്രത്യേകത. അതുപോലെ പുറത്തുനിന്ന് വെള്ളം, കാപ്പി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത്. തുളസി ഇലയിട്ട വെള്ളം മാത്രമേ കഴിക്കാവൂ. നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്ത് കയ്യിൽ വെച്ചിട്ട് പോവുക. അതിലൊരു 2 തുളസി ഇലയിട്ട് കൊണ്ടുപോയിട്ട് ആ വെള്ളം കുടിക്കുക. പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കരുത്. അപ്പോൾ നമുക്ക് കഠിനമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകാദശി വ്രതത്തോടുകൂടി മാറിക്കിട്ടുന്നതാണ്. ഈ ഏകാദശി, മേടമാസത്തിലെ ഏകാദശിക്ക് അത്രയും വലിയ പുണ്യവും അത്രയും വലിയ പ്രത്യേകതയും ഉള്ളതാണ്. അപ്പൊ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വീഡിയോ നിർത്തുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.